യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ കലണ്ടറിൽ ജനുവരി 1-ാം തീയതി അതീവ പ്രാധാന്യമുള്ളൊരു ദിനമാണ്. ക്രിസ്തുമസ് കഴിഞ്ഞ് 8-ാം ദിവസം ആഘോഷിക്കുന്ന ഈ പെരുന്നാൾ ദൈവപുത്രനായ യേശു ക്രിസ്തു യഹൂദ നിയമമനുസരിച്ച് പരിച്ഛേദനത്തിന് വിധേയനായതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. പഴയ നിയമത്തിലെ ഉടമ്പടി പ്രകാരം ഓരോ ആൺകുട്ടിയും ജനിച്ച് 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെടണം എന്നതായിരുന്നു നിയമം. സകല നിയമങ്ങൾക്കും മുകളിലുള്ളവനായിരുന്നിട്ടും മനുഷ്യനായി അവതരിച്ച ക്രിസ്തു ന്യായപ്രമാണത്തെ അനുസരിക്കാനും പൂർത്തിയാക്കാനും സ്വയം താഴ്മയുള്ളവനായി ഈ കർമ്മത്തിന് വിധേയനായി. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പരിച്ഛേദനാ സമയത്താണ് ശിശുവിന് യേശു എന്ന നാമം നൽകപ്പെട്ടത്. ലോകരക്ഷകൻ എന്നർത്ഥമുള്ള ഈ നാമം ഗബ്രിയേൽ ദൂതൻ നേരത്തെ അറിയിച്ചിരുന്നതാണ്. അതിനാൽ ഈ ദിവസം നാമകരണ പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. ശാരീരികമായ പരിച്ഛേദനത്തിന് പകരം ക്രിസ്തീയ സഭയിൽ മാമോദീസ എന്ന ആത്മീയ പരിച്ഛേദനത്തിന് അടിത്തറ പാകിയത് ഈ സംഭവമാണ്. പാപത്തിൻ്റെ പഴയ മനുഷ്യനെ നീക്കി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ പ്രതീകമായി ഇതിനെ കാണുന്നു. യാക്കോബായ സഭയിൽ ഈ ദിവസം സന്ധ്യാനമസ്കാരത്തിലും പ്രഭാത നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ട്. വിശുദ്ധ കുർബാന മധ്യേ ചൊല്ലുന്ന തുബ്ദേനുകളിൽ സഭ ഈ പെരുന്നാളിനെ സ്മരിക്കുന്നു. വിശ്വാസികൾക്ക് ഇത് ആത്മീയമായ ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിനം കൂടിയാണ്. ചേലാകർമ്മ പെരുന്നാൾ എന്നത് വെറുമൊരു ആചാരമല്ല, മറിച്ച് ദൈവത്തിൻ്റെ താഴ്മയുടെയും വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെയും അടയാളമാണ്. ജനുവരി 1-ന് ലോകം പുതിയ വർഷം ആഘോഷിക്കുമ്പോൾ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ നാമത്തെയും അവൻ്റെ ഉടമ്പടിയെയും ധ്യാനിച്ചുകൊണ്ട് ആത്മീയമായി പുതുക്കപ്പെടുന്നു. കേസരിയായിലെ ആർച്ച് ബിഷപ്പായിരുന്ന മഹാനായ മോർ ബസേലിയോസിൻ്റെ ഓർമ്മ പെരുന്നാൾ ജനുവരി 1-ാം തീയതി ആഘോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായിരുന്ന ദൈവശാസ്ത്രജ്ഞൻ മോർ ഗ്രിഗോറിയോസിനെയും ഈ ദിവസം അനുസ്മരിക്കുന്നു.